എങ്ങനെയാണ് സെന്തിലിന്റെ തുടക്കം? എവിടാണ്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി കാര്യങ്ങൾ വീട്ടിൽ ഉള്ളവരെയൊക്കെ അനുകരിക്കുക, അച്ഛനമ്മയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ കുഞ്ഞിലെ ആ കലാവാസന ഉണ്ടായിരുന്നു. പിന്നെ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾക്ക് ഒരു മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ചാനലിൽ സീരിയലൊക്കെ ചെയ്ത് പ്രോഗ്രാമൊക്കെ ചെയ്ത് അങ്ങനെ പോയിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പുള്ളിമാൻ എന്ന് പറയുന്നത് 2009 റിലീസ് ചെയ്ത പടമാണ്. അപ്പോൾ അതിനകത്ത് മണിച്ചേട്ടൻ്റെ കൂടെ ഒരു വേഷം ചെയ്യാൻ പറ്റി. അതെ ചെയ്യാൻ പറ്റി. സീരിയൽ എന്ന് പറയുന്നത് മായാ ബസാർ എന്ന് പറയുന്ന നിസാർ സാർ സംവിധാനം ചെയ്തൊരു സീരിയലായിരുന്നു. എന്തായാലും ഒരു പാട്ടായാലോ? ഏട്ടന്റെ മുന്നിലൊക്കെ പാടണം. ഒരു കടുങ്കൈ ഞാൻ ധൈര്യമായിട്ടു. തീർച്ചയായിട്ടും. ഓക്കെ നമുക്ക് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നുള്ള സിനിമയ്ക്കകത്ത് തന്നെ ഒരു പാട്ടുണ്ട്. അത് കൂടപ്പുഴയോരത്തെ മാടക്കിളി പെണ്ണാള് തോണിത്തുഴത്താളത്തിൽ പാടണ പാട്ട്. കൂടപ്പുഴയോരത്തെ മാടക്കിളി പെണ്ണാള് തോണിത്തുഴത്താളത്തിൽ പാടണ പാട്ട്. ഇക്കരെ വന്നിട്ട് നിങ്ങളുടെ കാതിൽ പറ്റണൊരീണത്തിൽ പാടാ ചാലക്കുടിക്കാരൻ ചങ്ങാതി, ചാലക്കുടിക്കാരൻ ചങ്ങാതി. ആഹാ, അടിപൊളി പാട്ട് കേട്ടോ. ഇതിന്റെ സംഗീതം ആരാണ്? ഇത് ബിജിപാൽ സാറാണ്. അസല് പാട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട്. കലാഭവൻ മണിയായിട്ടുള്ള ഒരു ബന്ധം. അല്ല, ഞാനിപ്പോൾ അതിനെ എന്തോ ഒരു ദൈവികമായ രീതിയിലാണ് അതിനെ കാണുന്നത്. കാരണം ആദ്യത്തെ എൻ്റെ പടം പുള്ളിമാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത്, അപ്പോൾ അതിനകത്ത് എനിക്ക് വലിയ വേഷമൊന്നുമില്ല, ചെറിയൊരു വേഷമാണ്. പക്ഷേ മണിച്ചേട്ടനുമായിട്ടൊരു 10-20 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മണിച്ചേട്ടനെ കാണുമ്പോൾ മണിച്ചേട്ടൻ കുറച്ച് പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. അപ്പം മണിച്ചേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ കുറേ തമാശയൊക്കെ പറയുന്നുണ്ട്, അവരുമായിട്ട് ഉല്ലസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ ജസ്റ്റ് എല്ലാവരെയും നോക്കി ഇങ്ങനെ ചിരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം മേക്കപ്പ് ചെയ്തിട്ട് ലൊക്കേഷനിലേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ സെറ്റിലേക്ക് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തോളിലൊന്നും ഒരാൾ തട്ടിയിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, എടാ സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ല, ഇവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നീ ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്നും വൈകുന്നേരം നമ്മൾ റൂമിൽ അടിച്ചു പൊളിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങളെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കമ്പനിയായി. അതിന് ശേഷം ഒരു 2-3 സ്റ്റേജ് ഷോ ചെയ്തു ഞങ്ങൾ ബഹ്റിനിലും ദുബായിലൊക്കെ. അത് കഴിഞ്ഞ് അത്ഭുതം പോലെയാണ് ഈ ഒരു ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലേക്ക് വിനയ് സാറ് വിളിക്കണം. അപ്പോൾ ഞാനത് ആലോചിക്കായിരുന്നു, അന്ന് മണിച്ചേട്ടൻ എന്താണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ദൈവം തന്നൊരു ചാൻസ് ആയിരിക്കും അത്. മാത്രമല്ല ഫിലിം സൂപ്പർ ഹിറ്റ് ആയി. അപ്പൊ അത് കാരണം ഒരു എല്ലാ നിമിത്തങ്ങളാണ് സിനിമയ്ക്ക്. അതെ, എനിക്ക് സെന്തിലിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു വലിയ കാര്യം, സെന്തില് വന്ന് ചെയ്ത് ചില വേഷങ്ങൾ അതിനുശേഷം ക്യാരക്ടറിലോട്ട് മാറിപ്പോയി. നേരെ മറിച്ച് ഇതിൻ്റെ സിനിമയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പോലീസ് വേഷമാണ് ചെയ്യുന്നെങ്കിൽ, സെന്തിൽ ചെയ്തിരുന്നെങ്കിൽ അവസാനം വരെ പിന്നെ പോലീസായിട്ട് വിളിക്കുന്നത്. ഒരു ജോത്സ്യനാണെങ്കിൽ പിന്നെ ആസ്ഥാന ജോത്സ്യനാക്കി വിടും. പക്ഷെ അങ്ങനൊന്നും ഇല്ലാതെ അതിൽ നിന്ന് മാറി നേരെ ക്യാരക്ടർ റോൾസിലോട്ട്. അതെ, ഇപ്പൊ മിമിക്രിയിലോട്ട് വരാൻ ഇല്ല. ഇപ്പൊ എനിക്ക് കോമഡി വേഷം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ 2 സിനിമ കോമഡി വേഷം ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങാനുണ്ട്. അതെ. എനിക്ക് പെട്ടെന്ന് ഒരാഗ്രഹം, അന്ന് എന്തോ ഒരു എലി, എന്താണ് പൂച്ചയോ എലിയോ എന്താണ്, നായി, ഒരു പട്ടി. അതെന്തായിരുന്നു അതിന്റെ ഒരു സംഭവം? അത് ഞാൻ സ്കിറ്റിനകത്ത്. അതെ, സ്കിറ്റിനകത്ത് നായിയുടെ കുറെ ചേഷ്ടകൾ കാണിക്കുമായിരുന്നു. അത് 2-3 അതിന് ഞാൻ വേറൊരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു നമ്മുടെ ലാലു അലക്സേട്ടന്റെ ശബ്ദം ഒരു അലസനായിട്ടിരിക്കുന്ന ഒരു നായുടെ ശബ്ദത്തിലേക്ക് മാറുന്ന ഒരു ശബ്ദത്തിന്റെ ഒരു വ്യത്യാസം വന്ന് ഒരു പരീക്ഷണമാണെന്ന് പേഴ്സണലായിട്ട് പറയുക. ഒന്നാമല കയറി പോകണ്ടേ, അവിടുന്ന് തലം കുത്തി ചാടണ്ടേ. പിന്നെ ഇനി നമ്മുടെ മധുസാറിന്റെ ശബ്ദം മഴയത്ത് നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പോത്തിന്റെ ശബ്ദത്തിലേക്കൊരു അതിന്റെ ഒരു ശബ്ദ വ്യത്യാസം, ട്രാൻസിഷൻ. അതെ. കരിച്ചമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കിടന്ന് പാടി വലിയൊരു ഗായകനാവും. കരുത്തമ്മ
നമ്മൾ അന്ന് US ചെയ്ത ഒരു സ്കിറ്റ് ഉണ്ട്. അതെ അതെ പക്ഷെ അതിനകത്ത് ഒരാളും കൂടെ വേണം. അതെ. തൽക്കാലം ഞാനാകാം ആള്. ഓക്കെ. ഇത് അത് എന്താണ് കാര്യം? ഒന്ന് ഒരു അവതരണം കൊടുത്തേ. ഇത് ഒരു നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഇലക്ഷന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു നായ്ക്കുട്ടിയാണ്. ഒരു നായ്ക്കുട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അത് പിന്നെ എങ്ങനെയാണ് ഇലക്ഷന് വോട്ട് ചോദിച്ചു വരുന്നത് എന്നുള്ളത് നമ്മുടെ ഭാവനയിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ. ഇതാര് ഇലക്ഷൻ നിൽക്കുന്നുണ്ടല്ലേ? ഏതാ ചിഹ്നം? സൈക്കിളാ? തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്ക് ഞാൻ വോട്ട് ചെയ്യും? എന്നാ ഇലക്ഷൻ? ഓ, ഒരു ദിവസം കൂടെ ഉള്ള. തീർച്ചയായിട്ടും ഞാൻ വോട്ട് ചെയ്തിരിക്കും, ഉറപ്പാണ്. അപ്പൊ ഇത് ഇലക്ഷന് സ്ഥാനാർത്ഥിയായിരുന്നു. ഇനി ജയിച്ചു കഴിഞ്ഞ് ഈ പുള്ളിക്കാരൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ എന്തെങ്കിലും വീട്ടിലൊരു ആവശ്യമായിട്ട് എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് നോക്കാം. സാറേ, എന്റെ മോടെ വിവാഹം നിശ്ചയിച്ച് പൈസ വളരെ കുറവാണ് സാറേ. താലിമാല വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുകയാണ് സാറേ. ഒരു 10,000 സാറേ. ഇത് ചേട്ടൻ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് സ്റ്റേജിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ചേട്ടൻ സൈഡിൽ നോക്കി ചിരിയോട് ചിരി. എല്ലാ തവണയും ഈ സ്കിറ്റ് നടക്കുമ്പോ ചേട്ടൻ സൈഡിൽ കാണും. ഈ വിനയൻ സാറുമായിട്ട് എങ്ങനെയാണ് അടുപ്പം? എങ്ങനെ എത്തിപ്പെട്ടു? അത് ഞാൻ ഒരു വെള്ളാനകളുടെ നാടെന്ന് പറയുന്ന ഒരു കോമഡി പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു ടി വിയിൽ. അപ്പോൾ അതിൽ ഓരോ ദിവസം ഓരോ ക്യാരക്ടറാണ്, ഓരോ ഗെറ്റപ്പിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത് ഈ വിനയൻ സാറ് ഈ മണിച്ചേട്ടൻ്റെ സിനിമ ചെയ്യാൻ സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ നോക്കി. അപ്പോൾ സാർ ഒരു പുതിയ ആളിനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് വന്നത് സാറിനെ കണ്ടത് മണിച്ചേട്ടൻ്റെ രൂപസാദൃശ്യമുള്ള ആൾക്കാരാണ് വന്നത്. അപ്പോൾ സാറിന് വേണ്ടത് രൂപസാദൃശ്യം ഇല്ലാത്ത ഒരാളിനെയാണ്. എന്നാൽ മിമിക്രിയൊക്കെ ചെയ്യണം, പൊക്കം ഉണ്ടാവണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ തപ്പി നടന്നപ്പോൾ അങ്ങനെ സാറിന് ആരെയും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സാറിൻ്റെ വൈഫ് എൻ്റെ ഈ കോമഡി പ്രോഗ്രാം കാണുമായിരുന്നു. അങ്ങനെ സാറിൻ്റെ വൈഫാണ് സാറിനോട് ഇത് സജസ്റ്റ് ചെയ്തത് എന്നെ. അങ്ങനെ ആണ് നമ്മുടെ US ട്രിപ്പിന്റെ സമയത്ത് സാറിന്റെ വിളി വരുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് നാട്ടിലേക്ക് ഞാൻ ഒരുപാട് വിനയൻ സാറുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങൾ തുടക്കത്തിൽ എന്നെ പാടിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പാടിക്കാൻ സാധിച്ചില്ല. പക്ഷേ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ആ ചിത്രത്തിൽ മണിയുടെ ഒരു പാട്ട് പാടി. മറ്റേ ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കണ്ടാൽ ഊതി പെരുകണു മനസ്സിൽ, നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കണ്ടാൽ ഊതി പെരുകണു മനസ്സിൽ, നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ, നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. തമാശ. എനിക്ക് പെട്ടെന്ന് മണിയെ ഓർമ്മ വന്നു. അല്ല, പെട്ടെന്ന് വിനയൻ സാർ ഈ ആ പടത്തില് ഇതിലെ ആലിലക്കണ്ണ എന്ന് പറയുന്ന പാട്ട് ഇട്ടിട്ട് അതിന് നമുക്ക് അതിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു ഇതിനകത്ത് ചെയ്യാൻ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. എന്തായാലും താങ്ക്സ് ടു വിനയൻ ചേട്ടൻ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന വിനയൻ സാറിന്റെ പടമാണ് ഞങ്ങളിപ്പോ അഭിനയിച്ച. ഞാൻ പടം കണ്ടില്ല, പക്ഷെ വളരെ നല്ല അഭിപ്രായം കേട്ടു. അതെ, ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറയുകയും ചെയ്തു. ഞങ്ങളൊരു നാട്ടുകാരനാണ്, അമ്പലപ്പുഴക്കാരനാണ്.